കഴിഞ്ഞ പ്രാവശ്യം സ്റ്റീലിന്റെ റോളർ പിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒത്തിരി എൻക്വയറി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് എല്ലാവർക്കും അത് കൊടുക്കാൻ പറ്റിയില്ല. ഇപ്രാവശ്യം ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോക്ക് അപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റീലിന്റെ കട്ടിംഗ് ബോർഡ് അറിയാലോ, നമുക്കിത് കൗണ്ടർ ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് അനങ്ങൂല. നമുക്കിതിങ്ങനെ കയറ്റി അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അനങ്ങാതെ അവിടെ ഇരുന്നോളൂ. ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള കൗണ്ടർ ടോപ്പ് ഉള്ളവർക്ക് മാത്രമാണ് അതൊന്ന് സ്ലിപ്പ് ആവുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അടിയിലൊരു തുണി ഇട്ട് കൊടുത്താൽ മതി, പിന്നെ അത് അനങ്ങത്തില്ല. സ്ക്രാച്ച് പ്രൂഫ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ കത്തി കൊണ്ടിട്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ സ്ക്രാച്ച് വീഴും, പക്ഷേ അതിൻ്റെ അകത്ത് ബാക്ടീരിയാസ് ഒന്നും ഇരിക്കില്ല. നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ചപ്പാത്തി, പൊറോട്ട അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് പരത്തിയെടുക്കാം. നോൺ വെജ് ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. എസ്പെഷ്യലി സ്റ്റേക്ക് ഒക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ അങ്ങോട്ട് നിവർത്തിയിട്ടിട്ട് മുറിച്ചെടുക്കാനും വരഞ്ഞു കൊടുക്കാനും ഒക്കെ ഭയങ്കര എളുപ്പമാണ്. ഫെറൈറ്റ് കാസ്റ്റേൻ്റെ സ്റ്റീലിൻ്റെ കട്ടിംഗ് ബോർഡിൽ ഇപ്രാവശ്യം തുടങ്ങി ബ്രാൻഡ് നെയിം ലോഗോ വന്നിട്ടുണ്ട്. കട്ടിംഗ് ബോർഡും റോളർ പിന്നും രണ്ടും കൂടി വേണ്ടവരും ബുക്കിംഗ് എടുക്കുക. സിംഗിൾ മതി എന്നുള്ളവർ ബുക്കിംഗ് എടുക്കുക. വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്.